ഒരര വാക്കുകൊണ്ടെങ്കിലും അർഹരല്ലാത്ത ആളുകളുടെ പേര് നിർദ്ദേശിച്ച് അവർക്കൊരു ഉത്തരവാദിത്വം കൊടുത്താൽ അര വാക്കുകൊണ്ടെങ്കിലും കുടുങ്ങും, കൈ കഴിക്കേണ്ടി വരും. തീക്കളിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നമ്മൾ മനുഷ്യരാണ്. സ്വാഭാവികമായി നമ്മുടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഒക്കെ കാണും. പള്ളിയുടെ വിഷയത്തിൽ അതൊന്നും നിങ്ങൾ വെച്ച് പുലർത്തരുത്. നമ്മുടെ മഹല്ലാണ്. നമ്മുടെ മഹല്ലിന്റെ കെട്ടുറപ്പിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അവിടെ രണ്ട് വിഭാഗമില്ല. പഴയ കമ്മിറ്റിക്കാരില്ല, പുതിയ കമ്മിറ്റിക്കാരില്ല. നിങ്ങളെല്ലാം ഒന്നാണ്. ഒന്ന് തീരുമാനിച്ച എന്താ കുഴപ്പം? എന്തിനാ ഈ വിഘടിക്കുന്നത്? എന്തിനാ ഈ പാറ് വെക്കുന്നത്? നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളവരല്ലേ? നമ്മുടെ പള്ളിയല്ലേ ഇത്? അള്ളാഹുവിന്റെ ഭവനമല്ലേ ഇത്? എന്തിനാ ഈ പള്ളിയുടെ പേര് നമ്മൾ തമ്മിൽ നിർത്തണം? പ്രിയപ്പെട്ട, ഇന്നോടെ നിങ്ങൾ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനങ്ങൾ, പള്ളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു കൃത്യതയോടുകൂടി അത് പറയാനും നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന സ്ഥലങ്ങളാണ് പള്ളികൾ. സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് പള്ളികൾ. ഒരു നാട്ടിൽ അള്ളാഹു അവൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം ചൊരിയുന്നത് അവൻ്റെ പരിശുദ്ധമായ പള്ളികളിലേക്കാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒന്നാമത്തെ മര്യാദ വലത് കാല് വെച്ച് ഈ പള്ളിയിലേക്ക് കയറണം. ഇരിക്കുന്നവരൊക്കെ വലത് കാല് വെച്ചാണോ ഇന്ന് കയറിയത്? ഇന്ന് നമ്മളത് മറന്നുപോയെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇൻഷാ അല്ലാഹ് അസ്ർ നമസ്കാരം മുതൽ വലത് കാല് വെച്ച് വേണം പള്ളിയിലേക്ക് കയറാൻ. കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു സലാം ചൊല്ലണം. അതിനുശേഷം അവൻ പറയണം, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. ഇവിടെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. എന്താ പറയേണ്ടത്? അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറന്നു തരണമേ. പള്ളിയിലേക്ക് കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ദിക്ർ, അതാ ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന ഇടങ്ങളാണ് പള്ളികൾ. ആ പള്ളികളിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിനോട് കാരുണ്യം ചോദിച്ചുകൊണ്ട് വേണം ഒരു സത്യവിശ്വാസി പള്ളിയിലേക്ക് പ്രവേശിക്കാൻ. ഫഇദാ ഖറജ, നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറപ്പെടുമ്പോൾ ഫല്യഖുൽ, അവൻ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. അല്ലാഹുവേ, നിന്റെ ഔദാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇടത് കാല് വെച്ച് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് വേണം ഈ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തു പോകാൻ. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കപ്പെടുന്ന ഇടങ്ങളാണ് പരിശുദ്ധമായ പള്ളികൾ. അതുപോലെ പള്ളി എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാണ്. നമുക്ക് ശാന്തി ലഭിക്കുന്ന സ്ഥലങ്ങളാണ് പള്ളികൾ. അതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലാ സ്വലാത്തി, ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ,
എന്തെങ്കിലും ടെൻഷൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടികൂടിയാൽ ഫസിഅ ഇല സ്വലാത്തി, പെട്ടെന്ന് ഒളു ചെയ്യും. എന്നിട്ട് മദീനത്തെ പള്ളിയിലേക്ക് നബി തങ്ങൾ ഓടിപ്പോകും. അവിടെ പോയി നമസ്കരിച്ചു പ്രാർത്ഥിക്കും. അതോടെ നബി തങ്ങളുടെ മനഃശാന്തമാകും. സംഘർഷഭരിതമായ മനസ്സിനെ തണുപ്പിക്കാൻ പ്രവാചകൻ ചെയ്തിരുന്നത് പള്ളികളായിരുന്നു. പ്രവാചകൻ അവലംബിച്ചത് പള്ളികളെയായിരുന്നു. ഇത് നബിയുടെ മാത്രം ഒരു സ്വഭാവ ഗുണമല്ല. നബിയുടെ പാത പിൻപറ്റി ജീവിച്ച അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്തിന്റെയും ചര്യയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പ്രവേശിച്ചു. നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വലിയൊരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഫഇദാ ഹുവ ബിറജുലിൻ മിനൽ അൻസാരി, മദീന നിവാസിയായ ഒരു സഹാബി പള്ളിയിൽ ഇരിക്കുകയാണ്. യുഖാലു ലഹു അബൂ ഉമാമ, അദ്ദേഹത്തിന്റെ പേര് അബൂ ഉമാമ എന്നാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഇരിക്കുന്നു. അദ്ദേഹം പള്ളിയിൽ ഇരിക്കുന്ന ഒരു അസമയത്താണ്, സാധാരണ നമസ്കാരത്തിന്റെ സമയത്തല്ല. ഈ അസമയത്ത് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദ് ഫീ ഗൈരി വഖ്തി സ്വലാ, നമസ്കാരത്തിന്റെ സമയമല്ലല്ലോ അബൂ ഉമാമ, എന്താ ഈ അസമയത്ത് പള്ളിയിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, ഹുമൂമുൻ ലസിമതനി വദുയൂനൻ യാ റസൂലല്ലാഹ്, നബിയേ പ്രയാസമാണ്, ടെൻഷനാണ് നബിയേ, ടെൻഷനാണ്. വദുയൂനി, ഞാൻ ഒരുപാട് കടബാധ്യതയുള്ള ആളാണ്, ഒരുപാട് കടം എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് പള്ളിയിലേക്ക് വന്നത്. കണ്ടോ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് മാനസികമായ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ കടബാധ്യതയെ കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥമായ ആ മനസ്സിനെ തണുപ്പിക്കാൻ, ആ മനസ്സിന് ശാന്തി വരുത്താൻ, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹം അവലംബിച്ചത് പരിശുദ്ധമായ പള്ളിയായിരുന്നു എന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രയാസപ്പെട്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന, കടബാധ്യതകളെ കുറിച്ച് ഓർത്ത് അസ്വസ്ഥത നഷ്ടപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അഫലാ ഉഅല്ലിമുക കലാമ, ഇവിടെ അബൂ ഉമാമ, ഞാൻ നിനക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ, ഒരു പ്രാർത്ഥന നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ഇദാ അന്ത ഖുൽതഹു അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖദാ അൻക ദൈനക, അല്ലാഹു നിന്റെ കടമൊക്കെ വീട്ടി തരും, നിന്റെ മാനസിക പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരും, ടെൻഷനൊക്കെ മാറും, കടമൊക്കെ വീട്ടാനുള്ള ഒരു വഴി അല്ലാഹു തുറന്നു തരും. ഞാനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ അവിടുന്ന് പഠിപ്പിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, എല്ലാ ദിവസവും പ്രഭാത പ്രദോഷങ്ങളിൽ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും നീ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹിരിൽ റിജാൽ. ഇതാണ് ദുആ. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം പ്രശ്നത്തിന് പരിഹാരം പഠിപ്പിച്ചത് കൊടുത്തത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ.
അങ്ങനെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കൃത്യമായി പ്രഭാത പ്രദോഷങ്ങളിൽ ഈ ദുആ പതിവാക്കാൻ തുടങ്ങി. കുറെ ദിവസം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സുസ്മേര മദനനായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് വലിയ ഹാപ്പിയിലാണ്, എന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു നബിയെ. ഫഫഅൽതു ദാലിക ഫഅദ്ഹബല്ലാഹു അന്നി, എന്റെ കടം അല്ലാഹു വീട്ടി തന്നു, എന്റെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു തന്നു, ഞാൻ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. ഞാൻ പറഞ്ഞത്, സഹാബാക്കൾ, പ്രിയപ്പെട്ട നമ്മുടെ മുൻഗാമികൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ അവലംബിച്ചിരുന്നത്, അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരുന്നത് പള്ളികളിലായിരുന്നു എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങപ്പെടുന്ന സ്ഥലമാണ് പള്ളികൾ. അള്ളാഹുവിന്റെ ആത്മ സംഘർഷങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്ന, മനസ്സിന് ശാന്തി ലഭിക്കുന്ന ഇടങ്ങളാണ് പള്ളികൾ. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളാണ് പള്ളികൾ. പള്ളി നിസ്സാരമല്ല, പള്ളി നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലമാണ് പള്ളികൾ. ഈ പള്ളികൾ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ഇത് പറഞ്ഞു പോയാൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം പറയാൻ സമയം കിട്ടില്ല. പള്ളികൾ, ഈ പള്ളികൾ, ഇത്രയും അനുഗ്രഹീതമായ ഈ പള്ളികൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ഈ പള്ളികൾ, ഇതാരാണ് പരിപാലിക്കേണ്ടത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഓരോ നാട്ടിലുള്ള പള്ളി പരിപാലിക്കേണ്ട ബാധ്യത എല്ലാ മുസ്ലിമീങ്ങൾക്കുമുണ്ട്. അതായത് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുക, പള്ളിയിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക, പള്ളിയുമായി ഒരു ആത്മബന്ധം സ്ഥാപിച്ച് നമ്മുടെ വീടിനേക്കാൾ ഏറെ പള്ളിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടൽ എല്ലാ സത്യവിശ്വാസികൾക്കും നിർബന്ധമാണ്. അതേസമയത്ത് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം, ഈ മഹല്ലിന്റെ പരിപാലനം, പള്ളിയുടെ പരിപാലനം ഏറ്റെടുക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവണം. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, പക്ഷെ പ്രത്യേകമായ ഒരു വിഭാഗം ആളുകൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചരിത്രങ്ങൾ പരതുമ്പോൾ പരിശുദ്ധമായ കഅബാലയത്തെ പരിരക്ഷിക്കാനും അതിനെ പരിപാലിക്കാനും ആളുകളുണ്ടായിരുന്നു. ഇന്നും അത് സൗദി ഗവൺമെന്റ് സുന്ദരമായി ഏറ്റെടുത്ത് പരിശുദ്ധമായ ഇരുപ് ഹറമുകളുടെയും പരിപാലനം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഅബയുടെ, മദീനത്തെ പള്ളിയുടെ, പ്രധാനപ്പെട്ട എല്ലാ പള്ളികളും പരിപാലിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ. ഇത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. ആരാണ് ഇത് പരിപാലിക്കേണ്ടത്? ഒരു നാട്ടിലെ ഏറ്റവും സമ്പന്നരായ ആളുകളാണോ? അതോ ഏറ്റവും വലിയ അറിയപ്പെട്ട തറവാട്ടുകാരനാണോ? അല്ലെങ്കിൽ പേര് പ്രസക്തിയും ഒക്കെയുള്ള ആളുകളാണോ പള്ളി പരിപാലിക്കേണ്ടത്? ആ പള്ളി പരിപാലിക്കാനുള്ള യോഗ്യത എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ സ്വന്തമായി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആരാണ് പള്ളി പരിപാലിക്കേണ്ടത് എന്ന് വളരെ അർത്ഥവത്തായ ശൈലിയിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ, ആ തൗബയിലൂടെ 5 ഗുണങ്ങളുള്ളവർ, 5 യോഗ്യതകളുള്ളവർ, 5 ക്വാളിറ്റികളുള്ളവരാണ് പള്ളി പരിപാലിക്കേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കമിട്ട് അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. ഇതിപ്പോ ഞാൻ പറയാതെ തന്നെ ഈ ആയത്ത് നിങ്ങൾക്കറിയാം. കാരണം ഇസ്ലാമിക ഗ്രൂപ്പുകളിലൊക്കെ ആരാണ് പള്ളി പരിപാലിക്കേണ്ടത്, യൂട്യൂബ് എടുക്കുമ്പോൾ ആരാണ് പള്ളി പരിപാലിക്കേണ്ടത്, ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. ഞാനിനി ഓതാൻ പോകുന്ന ആയത്ത് വർഷങ്ങളായി ഓരോ പൊതുയോഗവുമായി ബന്ധപ്പെട്ട് അതാത് വർഷങ്ങളിൽ ഇവിടെ നിലനിൽക്കുന്ന ഉസ്താദന്മാർ പ്രസംഗിച്ച് അർത്ഥം പറഞ്ഞ് കേൾപ്പിച്ച ആയത്താണ്. നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന ആയത്തല്ല. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നും മാത്രം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പള്ളി ആരാണ് പരിപാലിക്കേണ്ടത്? നിങ്ങൾ 2 ചെവിയും തുറന്ന് ശുദ്ധമായ മനസ്സോടെ ഇവിടെ ഇരിക്കണം കേട്ടോ. ശുദ്ധമായ മനസ്സോടെ, കളങ്കമില്ലാത്ത മനസ്സോടെ, എന്നാലേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഞാൻ പറയുന്നത് കേറുള്ളൂ.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഉറങ്ങല്ലേ. അങ്ങനെ ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ അടുത്തിരുന്ന് ഇരിക്കുന്നവര് നമ്മൾ ഉറങ്ങുന്നത് കാണാതെ അപ്പുറത്തോട്ട് മാറി ആ മയ്യത്ത് നമസ്കരിക്കുന്ന ഭിത്തിയെ ചാരിപ്പോയിരുന്ന് ഉറങ്ങിക്കോ. ഇഖാമത്തോടുക്കപ്പോൾ എഴുന്നേറ്റ് വന്നാൽ മതി. ഈ പള്ളിക്കകത്തിരുന്ന് ഉറങ്ങിയാൽ ഇപ്പുറത്ത് ഇരിക്കുന്നവർക്കും ഉറക്കം വരും. ഒരു മനുഷ്യന്റെ ഒരു രീതിയാണത്, അല്ലേ? ഇപ്പൊ നമ്മൾ ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞാല് ഒരാളൊരു വായിക്കോട്ട വിട്ടാൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കും വായിക്കോട്ട വരും. അത് പൈശാചികമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആരും ഉറങ്ങരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അകന്നിരിക്കുന്നവരൊക്കെ ഒന്ന് മുമ്പോട്ട് കയറി വരും. എല്ലാവരും സപ്പ് പൂർത്തീകരിച്ചിരിക്കും. ധൈര്യമായിട്ട് കയറി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും കയറിയിരിക്കും. ചെറുപ്പക്കാരൻ പറയും കയറിയിരിക്കും ഫ്രണ്ടിലോട്ട്. അങ്ങനെ സപ്പ് പൂർത്തീകരിച്ച് ക്രമീകരിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പള്ളിയിൽ വന്ന് പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അദബാണ് സഫ് സഫായിട്ടിരിക്കുക എന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പള്ളി പരിപാലിക്കേണ്ടത് ആരാണെന്ന് എണ്ണി പറയുന്നുണ്ട്. ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഈ ആയത്ത് കാണാതെ പഠിച്ചുകൊണ്ട് പോകണം. അള്ളാഹു പറഞ്ഞത് ഇന്നമാ യഅ്മുറു, ഇമാറത്ത് എന്ന് പറഞ്ഞാൽ പരിപാലനം എന്നാണ് അർത്ഥം, ഭരണം എന്നർത്ഥമില്ല. പള്ളി ഭരിക്കുകയല്ല. കാരണം പള്ളി അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാനുള്ള അധികാരം അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ പള്ളിയുടെ ഭരണം നടത്തുന്നത് അള്ളാഹുവാണ്. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അത് പരിപാലിക്കലാണ്. ആ വാക്കാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞത്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടവർ. കേട്ടോ, ഇവിടെ പള്ളി എന്നൊന്നും പറഞ്ഞ് നിർത്തിയിട്ടില്ലല്ല. മസാജിദല്ലാഹി, അള്ളാഹുവിന്റെ പള്ളികൾ. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയാണ് അള്ളാഹുവിന്റെ പള്ളികൾ. ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. മൻ ആമന ബില്ലാഹ്, ഒന്നാമത്തെ ക്വാളിറ്റി വിശ്വാസമുള്ളവനായിരിക്കണം. രണ്ടാമത് അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരിക്കണം. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. മൂന്ന് വ അഖാമസ് സ്വലാഹ്, നമസ്കാരം നിർവഹിക്കുന്നവരാകണം. നാല് വ ആതസ് സക്കാത്ത്, സക്കാത്ത് കൊടുക്കുന്നവരാകണം. അഞ്ച് വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടാത്തവരായിരിക്കണം പള്ളി പരിപാലിക്കേണ്ടത്. ഇനി നമുക്ക് 5 കാര്യങ്ങളിലേക്കും ചെറുതായിട്ടൊരു വിശദീകരണം. ഒന്ന്, അള്ളാഹു പറഞ്ഞത് മൻ ആമന ബില്ലാഹ് എന്നാണ്. അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരിക്കണം. വെറുതെ ഇങ്ങനെ നാവ് കൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പുറമേട്ട് കാര്യമില്ല. ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, രൂഢമൂലമായ വിശ്വാസം, ഏത് പ്രതിസന്ധികളെയും ഈമാനോടുകൂടി തരണം ചെയ്യാനുള്ള കരുത്താർജിച്ച വിശ്വാസികൾ, അവരാണ് പള്ളി പരിപാലിക്കേണ്ടത്. മനസ്സിലായോ? അവരാ പള്ളി പരിപാലിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലുമൊക്കെ സന്ദർഭം വരുമ്പം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായം കിട്ടുമ്പം ഈ മുസ്ലിമീങ്ങളൊന്നും ഇവന്മാരൊന്നും 10 വയസ്സ് നമ്മളെ സഹായിച്ചിട്ടില്ല, ഞാൻ അപ്പുറത്തോട്ട് പോവാ. അല്ല, പള്ളി കമ്മിറ്റിക്കാരോട് ദേഷ്യം പിടിക്കുമ്പോൾ ഞാനിത് വിട്ടെറിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ചേരാൻ പോവുകയാണ്, അവൻ മുർത്തദ്ദാണ്. അവന് പള്ളി പരിപാലിക്കാനുള്ള അധികാരമില്ല. അവന്റെ ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസമില്ല. വിശ്വാസമുണ്ടെങ്കിൽ പള്ളിക്കമ്മിറ്റിക്കാരൻ തോപ്പിച്ചിട്ട് ഞാൻ പോകുവാണെന്ന് പറയൂല. അധികാരമില്ല. ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അചഞ്ചലമായ വിശ്വാസം. നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ഒന്ന് ഉപദേശം ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ? കുൽ ആമന്തു ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറ. പിന്നെ ആ വിശ്വാസത്തിൽ അടിയുറച്ചു ജീവിക്കും. ആ വിശ്വാസത്തിൽ അടിയുറച്ചു ജീവിക്കുന്നവരാണ് മൻ ആമന ബില്ലാഹ്. എത്ര കാലം? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ചക്രശ്വാസം വലിക്കുന്നത് വരെ, റൂഹ് പിരിയുന്നത് വരെ,
മരിക്കുന്നത് വരെ ഈ വിശ്വാസം പുലർത്തി ജീവിക്കാൻ സാധിക്കുന്നവർക്ക് പള്ളിയുടെ പരിപാലനം ഏറ്റെടുക്കാൻ കഴിയും. ഒന്നാമത് മനസ്സിലായല്ലോ. രണ്ട് വൽയൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വാസം ഉണ്ടാകണം. മരണമുണ്ട്, ഖബർ ജീവിതമുണ്ട്, അതിനുശേഷം ഒരു ജീവിതമുണ്ട്. വൽആഖിറത്തു ഖൈറുൻ വ അബ്ഖ, ആ ജീവിതത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഏറ്റവും ശാശ്വതമായ ജീവിതം, അനന്തമായ ജീവിതം, അനശ്വരമായ ജീവിതം. വൽആഖിറത്തു ഖൈറുൻ വ അബ്ഖ, പരലോക ജീവിതമാണ്. ഇത് ക്ഷണികമാണ്, ഇത് നശ്വരമാണ്, ഇത് താൽക്കാലികമാണ്. അനശ്വരമായ ജീവിതമുണ്ട് ഈ ജീവിതത്തിന് ശേഷം. ആ ജീവിതമാണ് വൽആഖിറത്തു ഖൈറുൻ വ അബ്ഖ, പരലോക ജീവിതം. അങ്ങനെ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ ഒരു ജീവിതമുണ്ടെന്ന് ദൃഢമായി വിശ്വസിക്കുന്നവർക്ക് പള്ളി പരിപാലിക്കാൻ അർഹതയുള്ളൂ. അതാണ് രണ്ടാമത്തെ യോഗ്യത. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതിൽ വെറും ഒരു വർത്തമാനമായിട്ട് അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവർ തീർന്നില്ല. അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാർ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്ന പാഠങ്ങൾ നമ്മൾ പഠിക്കണം. കേവലം പരലോകത്തിൽ വിശ്വാസമുള്ളവർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാടില്ല. പരലോകത്താണല്ലോ സിറാത്ത്, പരലോകത്താണല്ലോ മഹ്ശറ, പരലോകത്താണല്ലോ ഹൗലുൽ കൗസർ, പരലോകത്താണല്ലോ ഹിസാബ്. ഈ കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ളവരാണ് വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവർ. എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിന് ശേഷം ഒരു മഹ്ശറയുണ്ട്, അവിടെ വിചാരണയുണ്ട്. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം, നമ്മുടെ ചർച്ചാ വിഷയം പള്ളി പരിപാലനമായതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന അള്ളാഹുവിന്റെ പള്ളിയുടെ പരിപാലനം നാളെ പരലോകത്ത് മഹ്ശറ വൻസഭയിൽ വെച്ച് എങ്ങനെയാണ് നീ എന്റെ ഭവനം പരിപാലിച്ചത് അള്ളാഹു ചോദിക്കും. കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും. നീ എന്റെ പള്ളി എങ്ങനെ പരിപാലിച്ചു? എന്റെ പള്ളിയുടെ സമ്പത്ത് ബൈത്തുൽ മാൽ നീ എങ്ങനെ ഉപയോഗിച്ചു? ദൂർത്തടിച്ചോ? ദുർവിനിയോഗം ചെയ്തോ? സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോ? അള്ളാഹു ചോദിക്കും. പ്രിയപ്പെട്ട വലിയ വിഷയമാണിത്. നമ്മൾ നിസ്സാരമായി കാണുന്ന പ്രശ്നമല്ല. ഉദാഹരണം, ഒന്നു എടുക്കുമ്പോൾ 3 പ്രാവശ്യം കഴുകലാണ് അതിന്റെ സുന്നത്തായ രീതി. ഒരു തവണ കഴുകലാണ് ഫർള്. പക്ഷേ ഒരു തവണ കഴുകൽ ഫർളും 3 തവണ കഴുകൽ സുന്നത്തും, 4മതൊരു പ്രാവശ്യം ആവശ്യമില്ലാതെ മുഖമോ കയ്യോ കാലോ പള്ളിയുടെ വെള്ളം ഉപയോഗിച്ചു നീ കഴുകിയാൽ അത് ഹറാമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോൾ ആ 4മത് കഴുകാൻ ഉപയോഗിച്ച വെള്ളത്തെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ ഹിസാബ് പറയേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആർക്കാണ് ഭയം ഉണ്ടാകുക? വൽയൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവർക്ക് ആ ഭയം ഉണ്ടാവുള്ളൂ. പള്ളിയുടെ ഓഫീസിലിരിക്കുന്ന ബൈത്തുൽ മാലിന്റെ പണം കൊണ്ട് ഉപയോഗിച്ച പേന കൊണ്ട് നീ നിന്റെ കൊച്ചിന്റെ എന്തെങ്കിലും നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നീ ഒരു ഒപ്പിട്ടാൽ ആ മഷിത്തുള്ളികൾക്ക് പടച്ചവന്റെ മുമ്പിൽ പരലോകത്ത് സമാധാനം പറയേണ്ടി വരും. നിസ്സാരമല്ല. ഈ ചിന്തയുള്ളവരെ കുറിച്ചാണ് വൽയൗമിൽ ആഖിർ എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര ഗൗരവമല്ലേ അല്ലാഹുവേ, നമ്മളത് നിസ്സാരവൽക്കരിച്ച് കാണുക. പള്ളി പരിപാലനം, പള്ളി ഭരണം, ഇങ്ങനെ അതിനുവേണ്ടി എന്തൊക്കെയാ. ഇവിടുത്തെ കാര്യം മാത്രമല്ല, എല്ലാ പള്ളികളിലും ഇതാണ് അവസ്ഥ. പല പള്ളികളിൽ ഇലക്ഷനാണ്. പള്ളിക്ക് മത്സരിച്ച് പള്ളി ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പഞ്ചായത്തും ഭരണത്തെ പോലും നാണം കെടുത്തുന്ന തരത്തിലുള്ള ഇലക്ഷൻ. വീടാന്തരം കയറി ഇറങ്ങുക. ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നു, എനിക്ക് വോട്ട് ചെയ്യണം. ഞാൻ കമ്മിറ്റി ഭാരവാഹിയായി മത്സരിക്കുകയാണ്, വോട്ട്. നാണമില്ലേ ഇവന്മാർക്ക്? ഉളുപ്പില്ലേ പള്ളി ഭരണത്തിന് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങാൻ? അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ ഇലക്ഷൻ നടത്തണമെന്ന് എവിടെയാ പഠിപ്പിച്ചിട്ടുള്ളത്? വോട്ട് ചോദിക്കാൻ ആരാ പഠിപ്പിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് നിങ്ങളോട് നാളെ പരലോകത്ത് ചോദിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ അമീറു റാഇൻ, ഒരു അമീർ ഭരണാധികാരിയാണ്. പള്ളിയുടെ പരിപാലകരെ കുറിച്ച് അമീർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം.
ഇമാമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, പരിപാലകരെന്ന് നമുക്ക് പറയാം. അവർ ഭരണാധികാരികളാണ്. അവരുടെ ഭരണീയരെ കുറിച്ച് ഈ മഹല്ലിലുള്ള ഓരോ ആളുകളെ കുറിച്ച് നാളെ അവരോട് ചോദിക്കും. ഇസ്ലാമിക പ്രബോധനം നടത്തിയോ നീ മഹല്ല് പരിപാലനം എടുത്ത കാലത്ത്? സ്വന്തം നിസ്കാരം പോരാ, മറ്റുള്ളവരെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കണം. അധാർമികതകൾക്കെതിരെ പടപൊരുതണം, തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കണം. ഇതൊക്കെ ഒരു മഹല്ല് പരിപാലകരുടെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, നീ അത് ചെയ്തോ? അല്ലാഹ് ചോദിക്കും. അല്ലാഹ് ചോദിക്കും. എന്തായിരിക്കും മറുപടി പറയുക? അല്ലാഹ് ചോദിക്കും, നിങ്ങളുടെ പള്ളിയിൽ പല ഇമാമിങ്ങളെ നിങ്ങൾ മാറ്റി മാറ്റി നിർത്തിയില്ലേ? അകാരണമായി എത്ര ഇമാമിങ്ങളെ പറഞ്ഞു വിട്ടു നിങ്ങൾ? എത്ര ഇമാമിങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ചു നിങ്ങൾ? എത്ര ഇമാമികളെ മാനസികമായി ശാരീരികമായി നിങ്ങൾ പ്രയാസപ്പെടുത്തി? പറയണം. അള്ളാഹു പറയിപ്പിക്കും. ധൈര്യമുണ്ടോ പറയാൻ? ധൈര്യമുണ്ടോ പറയാൻ? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. ഈ ജീവിതം അവസാനിക്കും പ്രിയപ്പെട്ടവരെ. വെള്ളത്തിലെ കൊമളകളാണ് നമ്മൾ. എപ്പോഴും പൊട്ടിത്തെറിക്കാം. ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട്, പരലോക ജീവിതം. അവിടെയാണ് വിചാരണ. ചോദിക്കും അല്ലാഹു. കൈകട്ടി സമാധാനം പറയേണ്ടി വരും. തന്റെ ഇടമുണ്ടോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഏറ്റെടുത്തോ പള്ളിയുടെ പരിപാലനം? ഏറ്റെടുത്തോ? ധൈര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോ. ചോദിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നല്ലാഹ സായിലു കുല്ല റാഇൻ അമ്മസ്തറഅഹു. ഇത് ഷാജഹാൻ മൗലയുടെ അഭിപ്രായമല്ലേ? രാവിലെ പത്രം വായിച്ചിട്ട് കിട്ടിയ വാർത്തയല്ലേ? നൂറ്റാണ്ട് 14 മുമ്പ് മസ്ജിദുൻ നബവിയിൽ വെച്ച് 10,000ങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നടത്തിയ ഉപദേശങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അല്ലാതെ എന്റെ വകയല്ല ഈ പറയുന്നത്. ഇന്നല്ലാഹ സായിലു കുല്ല റാഇൻ അമ്മസ്തറഅഹു. ഓരോരുത്തരും ഏറ്റെടുത്ത ഭരണത്തെ കുറിച്ച് പടച്ച തമ്പുരാൻ ചോദിക്കും. എന്താ ചോദിക്കുന്നത്? ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്തല്ലോ ആവേശത്തോടെ. അത് കൃത്യമായി നിറവേറ്റിയോ അതോ പാഴാക്കിയോ? അല്ലാഹ് ചോദിക്കും. എത്രത്തോളം ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന്റെ കാര്യം പോലും ഒരു മനുഷ്യനോട് ചോദിക്കും. ഞാൻ നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ പറയണം, എങ്ങനെയാ ഭാര്യയെ പരിപാലിച്ചത്, എങ്ങനെയാ മക്കളെ പരിപാലിച്ചത്, മാതാപിതാക്കളോട് എങ്ങനെ ഇടപെട്ടു, അവരെ ശുശ്രൂഷിച്ചോ, അവരെ ബഹുമാനിച്ചോ, അവർക്ക് ചെലവിന് കൊടുത്തോ, അവരെ പരിരക്ഷിച്ചോ, എല്ലാം പടച്ചതമ്പുരാൻ പരലോകത്ത് ചോദിക്കും. മറുപടി പറയേണ്ടി വരും പ്രിയപ്പെട്ടവരെ, മറുപടി പറയേണ്ടി വരും. അപ്പോ പരലോകത്തിലുള്ള വിശ്വാസം, അവിടെ ഒരു വിചാരണയുണ്ട്. ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ കുറിച്ച് പടച്ചവൻ ചോദിക്കുമെന്ന വിശ്വാസമുള്ളവർക്ക് മാത്രമേ പള്ളി പരിപാലിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്തമുള്ളൂ. ഞാൻ പെട്ടെന്ന് പറയാം, ഇനി സമയം പോയി. നാലാമത്തത് സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. പരിപാലനം ഏറ്റെടുക്കുന്ന ആളുകൾ സമ്പന്നരായ ആളുകളാണെങ്കിൽ കൃത്യമായും വർഷം തികയുമ്പോൾ കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം പള്ളിയുടെ പരിപാലകർ. അവർ മറ്റുള്ളവർക്ക് മാതൃകയാവണം. ഇനി നിങ്ങൾ അടിവരയിട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്വന്തമായി സക്കാത്ത് കൊടുത്താൽ മാത്രം പോരാ. നമ്മുടെ സമുദായത്തിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളുകളെ പോയി കാണണം. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളുകളെ പോയി കാണണം. സക്കാത്തിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തണം. എന്നിട്ടോ അവരിൽ നിന്നും സക്കാത്ത് വാങ്ങിച്ച് അർഹരായ ആളുകൾക്ക് അത് കൊടുക്കണം. എന്ന് പറയുന്ന ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഭാഷ പറഞ്ഞ സംഘടിത സക്കാത്ത്. എന്ത് സക്കാത്താ? സംഘടിത സക്കാത്ത്. അത് ജമാഅത്ത് പരിപാലകരുടെ ബാധ്യതയാണ്. അവരെ ഏൽപ്പിക്കണം സക്കാത്ത്. അത് വാങ്ങിക്കാനുള്ള അവകാശം പരിപാലകർക്കുള്ളതാണ്. ഇപ്പൊ എത്രയായി? 4 കാര്യങ്ങളായി അല്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? 4 കാര്യം നമ്മളിപ്പം പറഞ്ഞു. 4 കാര്യങ്ങൾ പറഞ്ഞു. 5ാമത്തെ പറയട്ടെ. വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹനെ മാത്രമേ ഭയപ്പെടാവുള്ളൂ. അല്ലാഹനെ മാത്രമേ ഭയപ്പെടാവുള്ളൂ. ഇതൊക്കെ നമ്മൾ വെറുതെ ഇതൊന്നും പറയാൻ ഒന്നും മനസ്സിലാകുകയല്ല. നമ്മുടെ മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിലെ കോടതിയാണ് നമ്മുടെ മഹല്ല്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകും, വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും,
പല പ്രശ്നങ്ങളും അതിനൊക്കെ പരിഹാരം കാണേണ്ടത് മഹല്ല് കമ്മിറ്റിയാണ്. അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് പള്ളിയിൽ നിന്നാണ്. പരിഹരിക്കണം, മഹല്ല് കമ്മിറ്റി അത് പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കാൻ ഒരു കേസ് നമ്മുടെ മുമ്പിൽ വന്നാൽ, പ്രിയപ്പെട്ടവരെ, ഒന്ന് സമ്പത്തുള്ള ആളായിരിക്കും, വലിയ തറവാട്ടുകാരനായിരിക്കും, അപ്പുറത്തിരിക്കുന്നവനൊരു പാവപ്പെട്ടവനായിരിക്കും, രണ്ടുപേർക്കും രണ്ട് നീതി അരുത്. സമ്പന്നന്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ വരുന്ന പ്രാവശ്യം ഇലക്ഷന് എന്റെ പേര് നിർദ്ദേശിച്ചില്ലെങ്കിലോ നാട്ടിൽ എനിക്കെതിരെ ഫിത്ന ഉണ്ടാക്കുമോ? ഭയപ്പെടാൻ പാടില്ല. വലം യഖ്ശയില്ലല്ല, അവിടെ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടാവുള്ളൂ. നീതിയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കാൻ, നീതിയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ റബ്ബിനെ ഭയപ്പെടുന്നവരായിരിക്കണം. നാട്ടുകാരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നാട്ടുകാരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് വലം യഖ്ശ ഇല്ലല്ലാഹ്. ഇരട്ട നീതി പാടില്ല. നീതി ഉണ്ടാകണം, നീതിയോടുകൂടി കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം. ഇങ്ങനെ 5 കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും ക്വാളിറ്റി ഉള്ളവരാണ് പള്ളി പരിപാലനം നടത്താൻ അർഹരായ ആളുകൾ. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും നമ്മുടെ നെഞ്ചിലേക്ക് ഒന്ന് കൈവച്ചിട്ട് ഈ 5 ക്വാളിറ്റി, ഈ 5 യോഗ്യത എനിക്കുണ്ടോ എന്നിട്ട് ചോദിക്കുന്നു. ഞാൻ അല്ലാഹുവേ നിന്റെ പള്ളി പരിപാലിക്കാൻ എനിക്ക് എന്ത് അർഹത? ഞാൻ അയോഗ്യനാണല്ലോ, എനിക്കൊരു യോഗ്യത ഇല്ലല്ലോ. ഒരു യോഗ്യതയില്ല, നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സ്വന്തമായി അത് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മൾ പള്ളിയുടെ പരിപാലനം ചോദിക്കുകയും ചെയ്യരുത്. ബഹുമാനപ്പെട്ട അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും, ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്ന ആളുകളെ പല രീതിയിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ പല രീതി, പല ശൈലിയിലായിരിക്കും പല ആളുകൾ ഇത് മനസ്സിലാക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാല്, അവധിയല്ലേ, എല്ലാവരും ഒന്ന് 5 മിനിറ്റ് ക്ഷണിക്കണേ കേട്ടോ, ഇന്നൊരു ദിവസത്തേക്കിന്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു മഴ പെയ്തു. ആ മഴ പെയ്യുമ്പോൾ ആ മഴയെ ഭൂമി സ്വീകരിക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന്, നല്ല ഇളക്കമുള്ള ഭൂമി, നല്ല ഭൂമി. ആ ഭൂമി എന്ത് ചെയ്യും? മഴ പെയ്യുമ്പോൾ വെള്ളം സ്വീകരിക്കും, അവിടെ സസ്യലതാദികളെ അത് മുളപ്പിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൽമ് കേട്ടാൽ അത് സ്വന്തമായി നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങും. ആ ഇൽമ് നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? പ്രചരിപ്പിക്കും, മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കും. സ്വന്തമായും ഗുണപ്പെട്ടു, മറ്റുള്ളവർക്കും ഗുണപ്പെട്ടു. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, പാറക്കുഴികളൊക്കെ. അവിടെ വെള്ളം താഴുകയില്ല, പക്ഷെ ആളുകൾ ആ വെള്ളം വന്ന് കോരിയെടുത്തോണ്ട് പോകും. ആ ഭൂമിക്ക് അതുകൊണ്ട് ഗുണമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അത് ഗുണമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട്, ഉസ്താദിന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. ഇനി മൂന്നാമതൊരു വിഭാഗക്കാരുണ്ട്, മൂന്നാമത് ശൈലിക്കാരുണ്ട്. ചില ഭൂമി തരിശായ ഭൂമി, കട്ടിപിടിച്ച ഭൂമി, പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂമി. ആ ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങുമ്പോൾ ആ ഭൂമിയിലേക്ക് വെള്ളം താഴുകയില്ല, ആ വെള്ളം ഒഴുകിപ്പോകും. സ്വന്തമായും ഉപയോഗമില്ല, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുകയുമില്ല. ഈ രീതിയിലായിരിക്കും ആളുകൾ ഇൽമു സ്വീകരിക്കുന്നത് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്നാമത്തെ വിഭാഗക്കാരാണ് ഒരു പ്രസംഗം കേട്ടിട്ട് അതിനെക്കുറിച്ച് അധര വ്യായാമം എന്ന് പ്രചരിപ്പിക്കുന്നവൻ, വാലും ചേലുമില്ലാത്തത് എന്ന് പറയുന്നവൻ. ഇത്തരത്തിൽ ഈ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെ ഒരു ശൈലിയാണത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ശൈലിയിലല്ല ഞാൻ പറയുന്നത്, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ ഒരു ഉത്തരവാദിത്വങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കരുത്. ബഹുമാനപ്പെട്ട അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അലാ തസ്തഖ്മിലുനി യാ റസൂലല്ലാഹ്, ഈ മദീന ഉപഭൂഖണ്ഡത്തിന്റെ മുഴുവൻ ഭരണാധികാരിയല്ലേ നബിയെ താങ്കൾ? എന്തെങ്കിലും ഒരു അധികാരം, എന്തെങ്കിലും ഒരു ചുമതല എനിക്ക് തരുമോ? അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ സ്നേഹത്തോടെ ഹബീബായ പ്രവാചകൻ പിടിച്ചിട്ട് പറഞ്ഞു, യാ അബാ ദർ,
ഓ അബൂദർറേ ഇന്നക ലഈഫുൻ വ ഇന്നഹാ അമാന. അബൂദർറേ, ഈ ഉത്തരവാദിത്തം നിസ്സാരമല്ല കേട്ടോ, ഇത് അമാനത്താണ്. വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസിയും വ നദാമ. അബൂദർറേ, പരലോകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് കൃത്യമായ രീതിയിൽ അത് നടത്തിയില്ലെങ്കിൽ, ആ ഉത്തരവാദിത്വ നിർവഹണം നീ ചെയ്തില്ലെങ്കിൽ നാളെ പരലോകത്ത് നിന്യത അഭിമുഖീകരിക്കേണ്ടി വരും. നാളെ പടച്ചവന് മുമ്പിൽ കൈകടിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. അബൂദർറേ, ഉത്തരവാദിത്വം അമാനത്താണ്, നിസ്സാരമല്ല എന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ അടുത്തൊരു വിഷയം, നമ്മൾ മറ്റൊരാളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാവൂ, നിർബന്ധിക്കാവോ ഒരാളെ? ഇപ്പൊ സാർ നമ്മുടെ പള്ളിയിലൊക്കെ ഇലക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോ ഇന്നയാള് ഒരാൾ പേര് നിർദ്ദേശിച്ചു, അടുത്തയാള് കുലൂത്തക്ക് പിന്താങ്ങി തെരഞ്ഞെടുത്തു. അങ്ങനെ ഒരാളെ നമുക്ക് നിശ്ചയിക്കാമോ? ഈ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ? അത് പാടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് രണ്ടുപേര് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മിർനാ അലാ ബഅ്ലി വല്ലാക്കല്ലാഹു അസ്സ വജല്ല. താങ്കൾക്ക് അല്ലാഹു, അവസാനിപ്പിക്കുക കേട്ടോ, നിർത്തുവാണേ, അല്ലാഹു തആല താങ്കളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നാ വല്ലാഹി, തീർച്ചയായും അല്ലാഹുവിനെ കൊണ്ട് തന്നെ സത്യം, ലാ നൂതി ഹാദൽ അമൽ, ഒരു ഉത്തരവാദിത്വവും ഞാൻ ഏൽപ്പിക്കുകയില്ല, ആരെ അഹദൻ, ആരെയും ഏൽപ്പിക്കുകയില്ല, സഅലഹു, അത് ചോദിച്ചു വരുന്നവർക്ക്. എന്നെ പ്രസിഡന്റ് ആക്കണേ, എന്നെ കമ്മിറ്റി പേര് പറയണേ, ഞാൻ അല്ലാഹു അക്ബർ അടിച്ചോളാം, നീ എവിടെ പേര് പറയണേ എന്ന് പറഞ്ഞു വരുന്നവർക്ക് ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിക്കരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ആരെ ഏൽപ്പിക്കാൻ പാടില്ല കേട്ടോ. അതിന്റെ വിഷയം എന്താ ചോദിച്ചാല്, ഇവർ എന്തെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്നൊരു വീഴ്ച വന്നാൽ പേര് പറയുന്നവരും കുടുങ്ങും, കുലൂത്തക്ബീർ പറഞ്ഞ് പാസാക്കുന്നവരും കുടുങ്ങും. ഒരര വാക്കുകൊണ്ടെങ്കിലും അർഹരല്ലാത്ത ആളുകളുടെ പേര് നിർദ്ദേശിച്ച് അവർക്കൊരു ഉത്തരവാദിത്വം കൊടുത്താൽ അര വാക്കുകൊണ്ടെങ്കിലും കുടുങ്ങും, കൈ കഴിക്കേണ്ടി വരും. തീക്കളിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നമ്മൾ മനുഷ്യരാണ്. സ്വാഭാവികമായും നമ്മുടെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഒക്കെ കാണും. പള്ളിയുടെ വിഷയത്തിൽ അതൊന്നും നിങ്ങൾ വെച്ച് പുലർത്തരുത്. നമ്മുടെ മഹല്ലാണ്, നമ്മുടെ മഹല്ലിന്റെ കെട്ടുറപ്പിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അവിടെ രണ്ട് വിഭാഗമില്ല, പഴയ കമ്മിറ്റിക്കാരില്ല, പുതിയ കമ്മിറ്റിക്കാരില്ല, നിങ്ങളെല്ലാം ഒന്നാണ്. ഒന്ന് തീരുമാനിച്ച എന്താ കുഴപ്പം? എന്തിനാ ഈ വിഘടിക്കുന്നത്? എന്തിനാ ഈ പാറ് വെക്കുന്നത്? എന്തിനാ? നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളവരല്ലേ? നമ്മുടെ പള്ളിയല്ലേ ഇത്? അള്ളാഹുവിന്റെ ഭവനമല്ലേ ഇത്? എന്തിനാ ഈ പള്ളിയുടെ പേര് നമ്മൾ തമ്മിൽ നിർത്തണം? പ്രിയപ്പെടണം. ഇന്നോടെ നിങ്ങൾ അവസാനിപ്പിക്കുക. എല്ലാ വിദ്വേഷങ്ങളും മനസ്സിൽ നിന്ന് എടുത്തുകളാം. നിങ്ങൾ ഒന്നായിട്ട് കഴിയും. എന്തിനാ പഴയ കമ്മിറ്റി പുതിയ കമ്മിറ്റി? ഇതിന്റെ പേരിൽ ബലിയാടാകുന്ന ആരാന്നറിയോ? ഇതൊക്കെ ആരെങ്കിലും പറയണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ജീവിക്കാൻ വരുന്ന പാവപ്പെട്ട ഉസ്താദന്മാരല്ലേ ബലിയാടാകുന്നത്? പഴയ കമ്മിറ്റി എടുത്ത ഉസ്താദിനെ പുതിയ കമ്മിറ്റി വരുമ്പോൾ പിരിച്ചു വിടുക. ഇതൊക്കെ എന്ത് നെറുകേടാണ്? ഇത് പല സ്ഥലങ്ങളിൽ നടക്കുന്ന തോന്നിവാസങ്ങളാണ്. ഒരു വീടും നാടും വിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് ഇവിടെ ദീനി ഖിദ്മത്ത് നടത്തുന്ന ഉസ്താദിനോട് സൗന്ദര്യപ്പണക്കത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ അയാൾ പഴയ കമ്മിറ്റിയുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിരിച്ചുവിടാൻ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ പരത്തി അയാളെ സമൂഹത്തിൽ മോശപ്പെടുത്തിയിട്ട് കണ്ണുനീരോടെ പറഞ്ഞുവിടാൻ എന്താണ് പ്രിയപ്പെട്ടവരെ? അവസാനിപ്പിക്കണം. നിങ്ങൾ അവസാനിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണ്. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ ഇമാമിനെ പറഞ്ഞു വിടി. ഈ ഇമാമികളെ നിങ്ങൾ മാറ്റി നിർത്തുന്നതിന്റെ പേരിൽ, അതിന്റെ പേരിൽ അനുഭവിക്കുന്നത് മദ്രസ കുട്ടികളുടെ പഠനമാണ്. എന്തിനാ ഈ ഫിത്തിന പറയുന്നത്? എന്തിനാ ചെവി കടിക്കുന്നത്? പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് റോഡിൽ ഇറങ്ങി ഫിത്തിന പറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാല്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ എന്റെ മുത്തു മുസ്ലിമീങ്ങളാണ്. നിങ്ങൾ ഭൂരിപക്ഷവും എന്നെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ പ്രസംഗം ഉൾക്കൊള്ളുന്നവരാണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെക്കോർഡ് ചെയ്ത് വീട്ടിൽ പോയിരുന്ന് കേൾക്കുന്നവരുണ്ട്. ഞാൻ പറയുന്ന പ്രാർത്ഥന കാണാതെ പഠിക്കുന്ന
വിളിക്കുന്നവരുണ്ട്. അതിയായി എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് എന്റെ പ്രിയപ്പെട്ട, എന്നെ ഉൾക്കൊള്ളുന്ന, എന്റെ പ്രിയപ്പെട്ട, എന്റെ ജീവനത്തിൽ ഞാൻ സ്നേഹിക്കുന്ന എന്റെ മുത്തുമുമ്പിനീങ്ങളോടാണ് ഞാൻ പറയുന്നത്. ആവശ്യമില്ലാതെ എന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവനോട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഖല്ലി വല്ലി മാഫി മുഷ്കിൽ പോകാൻ പറയും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പള്ളിയുടെ പരിപാലന സമിതിയെ തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് അല്ലെ? എല്ലാവരും ശാന്തരായിട്ടിരുന്നു നമ്മുടെ പള്ളിക്ക് അനുയോജ്യരായ ആളുകൾ അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനാവണമെന്ന് നിർബന്ധം പിടിക്കരുത്, എൻ്റെ കുടുംബക്കാരനാകണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഈ പള്ളി പരിപാലിക്കാൻ യോഗ്യത 100% യോഗ്യത ഉള്ള ആരും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു യോഗ്യത നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. എങ്കിലും ഇൻഷാ അല്ലാഹ് ഈ രീതിയിൽ നിങ്ങൾ നല്ല ഒരു സമിതിയെ തിരഞ്ഞെടുക്കണം. മുൻകൂട്ടി വന്ന തീരുമാനങ്ങളൊക്കെ അപ്പുറത്തെ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറക്കിക്കളയുക. അവിടെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന, നമ്മുടെ പള്ളിയുടെ പരിപാലനം നേരെ ചൊവ്വേ കൊണ്ടുപോകുമെന്ന് തോന്നുന്ന ആളുകളെ നിങ്ങൾ പേര് നിർദ്ദേശിക്കും, പിന്താങ്ങൻ, അല്ലെങ്കിൽ അവരിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്ക് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാം എല്ലാവരും. ഇൻഷാ അല്ലാഹ് ഒന്നുറക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് അത്ര പോരല്ലോ അങ്ങോട്ട്. ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയാൻ പാടില്ലേ? അല്ലാഹുവേ, നിങ്ങൾ നല്ല ഒരു ഭരണസമിതിയെ, നമ്മുടെ പള്ളി പരിപാലിച്ചു കൊണ്ടുപോകുന്ന നല്ലൊരു പരിപാലന സമിതിയെ നിങ്ങൾ തെരഞ്ഞെടുക്കുവോ? ഉറക്കെ പറ. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ പറ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത്രേ ഉള്ളൂ. എന്തിനാ സൗരം പറയും പണക്കത്തിന്? എന്തിനാ വിദ്വേഷം? നിങ്ങൾക്ക് മനസ്സിൽ നേരം വരും, മുൻകൂട്ടി പ്ലാൻ ചെയ്തെല്ലാം കളഞ്ഞിട്ട് അപ്പോൾ അത് തോന്നിപ്പിക്കും. നല്ല ഭരണസമിതി വരട്ടെ, നല്ല പരിപാലകർ വരട്ടെ. നമ്മുടെ പള്ളി നമുക്ക് പെയിന്റ് അടിക്കണം. നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പ്രാപ്തരായ, യോഗ്യരായ, പള്ളിക്ക് വേണ്ടി ഹൃദയബന്ധം സ്ഥാപിച്ചു പള്ളിയെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥതയുള്ള, നമസ്കാരം നിലനിർത്തുന്ന നല്ല ആളുകളായിരിക്കണം പരിപാലന സമിതിയിലേക്ക് വരേണ്ടത്. അല്ലാഹു അങ്ങനെ ഒരു പരിപാലന സമിതിയെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.